വെള്ളാപ്പള്ളി നടേശൻ കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക ഘടകമാണ്. ആർക്കും മാറ്റി നിർത്താൻ കഴിയത്തില്ല. ഭരണം ഏത് വശത്ത് വന്നാലും വെള്ളാപ്പള്ളി ചില കാര്യങ്ങൾ തീർച്ചപ്പെടുത്തും. അപ്പോൾ ആ തരത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സ്വസമുദായത്തെയും അത്തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. സമീപകാലത്ത് വെള്ളാപ്പള്ളി വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ്. വെള്ളാപ്പള്ളിയുടെ നില എപ്പോഴും ഒരേ രീതിയിൽ തന്നെ പോകും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, വെള്ളാപ്പള്ളി നടേശന് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞതാണല്ലോ ഈ വിവാദമായത്. അത് അത്ര വലിയ വിവാദമാക്കേണ്ട എന്തെങ്കിലും അതിനകത്തുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതേ ഒരു മതത്തിനോ സമുദായത്തിനോ എതിരായിട്ടില്ല. മലപ്പുറത്തെ ചില പ്രവണതകളെക്കുറിച്ചും ലീഗ് കാണിച്ച ഒരു അവഗണനയെക്കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. അദ്ദേഹം പറഞ്ഞ ഭാഷ, അദ്ദേഹം പറഞ്ഞ രീതി, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലാണ്. നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്റ്റൈലല്ലേ പറയുന്നത്. അത് അതിനോട് യോജിക്കാതെ ഇരിക്കാം. പക്ഷെ മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സാക്ഷരതാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദീർഘകാലം മലപ്പുറത്ത് പല ആളുകളുമായിട്ട് കാണാനും ഇടപഴകാനും ജനങ്ങളുടെ പ്രവർത്തിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. മലപ്പുറത്തെ ഞാൻ പഠിച്ചിട്ടുള്ള മലപ്പുറം, അതിന് 3 തരത്തിലുള്ള ആളുകൾ മലപ്പുറത്തുണ്ട്. അതിലൊന്ന് ഏറ്റവും നിഷ്കളങ്കരായ ആളുകൾ, ഒരു ഏറനാടൻ നിഷ്കളങ്കത മലപ്പുറത്തുണ്ട്. നമ്മളൊരു വീട്ടിലോട്ട് ചെന്നാൽ നിങ്ങൾ വല്ലതും കഴിച്ചു, അതായിരിക്കും ആദ്യത്തെ ചോദ്യം. പിന്നെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായിട്ട് അവർക്ക് ആളുകളെ സ്നേഹിക്കാനും സഹായിക്കാനും അവരോടൊപ്പം സഹകരിക്കാനും മനസ്സുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ തീർച്ചയായിട്ടും മലപ്പുറത്തുണ്ട് എന്നത് ഞാൻ എൻ്റെ അനുഭവത്തിലായി പറയുന്നത്. ഞാനവിടെ പോയിട്ടുള്ളത്. പക്ഷേ ഈ എപ്പോഴും ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമുദായമാണ് ഈ മുസ്ലിം സമുദായം. അല്ല, അതൊരു വലിയ പരിധി ശരിയാണ്. അതിനകത്ത് പല കാരണങ്ങളുണ്ട്. ഇവിടെ അപ്പം മലപ്പുറത്ത് എന്നോട് ചോദിച്ചാൽ ഇത്തരം ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ മാത്രമല്ല, മലപ്പുറത്ത് 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഇവർ നിഷ്കളങ്കരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിൽ വരുന്ന അവർ പറയും, അല്ലാതെ അതിനകത്തൊന്നും മൂടി വെക്കില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, മലപ്പുറത്തെ നിഷ്കളങ്കരും ആയ ആളുകൾ അവരുടെ ഒരു നിഷ്കളങ്കതയും അവരുടെ ഒരു നന്മയൊക്കെ തിരുവിതാംകൂറുകാരേക്കാൾ വളരെ ഉയർന്നതാണ്. ഞാൻ തിരുവിതാംകൂറുകാർ, നമ്മൾ രണ്ടും തിരുവിതാംകൂർ. എനിക്കും ഈ മലപ്പുറത്തുകാരെ കുറിച്ച് അറിയാം. അതെ, അപ്പോൾ തിരുവിതാംകൂറുകാരേക്കാൾ ഞാൻ മാർക്ക് കൊടുക്കുന്നത് നിഷ്കളങ്കരായ ആളുകൾക്ക് മലപ്പുറത്തുകാരാണ്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഈ പറയുന്നത്. ഇവിടെ ഉള്ള കാവട്ടിയും വഞ്ചനയും ചതി അങ്ങനെയൊന്നുമില്ല, നല്ല മനുഷ്യരാണ്. രണ്ടാമത് വരുന്ന വിഭാഗം മലപ്പുറത്തുകാർ, അവർ വളരെ പൊളിറ്റിക്കലാണ്. കൃത്യമായ രാഷ്ട്രീയമുള്ള ആളുകൾ മലപ്പുറത്തുണ്ട്. ഒന്ന് കോൺഗ്രസ്സുകാരുണ്ട്, മറ്റൊന്ന് ലീഗുകാരുണ്ട്, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഈ 3 വിഭാഗത്തിൽ അവർക്ക് 3നും പൊളിറ്റിക്സ് ഉണ്ട്. മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് ആ കൃത്യമായി അവരുടെ പൊളിറ്റിക്സ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും. ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് പാർലമെൻറ്റ് ഇലക്ഷൻ വരെ വരുമ്പോൾ നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് അവരുടെ ഒരു രീതി. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും മലപ്പുറത്ത് വലിയ കാര്യമില്ലല്ലോ. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ആളുകൾ, വളരെ തീവ്ര നിലപാടുള്ള ആളുകൾ മലപ്പുറത്തുണ്ട്. അത് നമ്മൾ നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല. 1947 സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ആ ഘട്ടത്തിലെ വിഭജനം വന്നപ്പോൾ 10 അണയ്ക്കൊരു കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് ഇന്ത്യയിൽ ഒരു മുദ്രാവാക്യം കേട്ടത് മലപ്പുറത്തല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ 1921 പിന്നെ ലഹള, അത് പിന്നെ ഈ കാശ് കൊടുത്ത് ചരിത്രകാരന്മാരെ കൊണ്ട് മാപ്പിള ലഹള, അത് വർഗീയ കലാപം തന്നെയായിരുന്നു. അതിനകത്ത് കർഷക തൊഴിലാളി പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ കർഷക കലാപമൊന്നും ആകുന്നില്ല. അതിനകത്ത് അത് കൃത്യമായിട്ടൊരു വർഗീയ കലാപം തന്നെയായിരുന്നു. അത് നമ്മുടെ ചരിത്രകാരന്മാരെ കുറിച്ച് എനിക്ക് പരമപുച്ഛമാണ്. അവരെയൊക്കെ പലരെ അടുത്തറിയും. ഒരു കാര്യമില്ല, ഒരു കഥയില്ലാത്തവരാണ്, കാശ് കൊടുത്താൽ എന്ത് എഴുതി കൊടുക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു വന്നത് അത്ര ഒരു തീവ്ര നിലപാടുള്ള ഒരു ന്യൂനപക്ഷം തീർച്ചയായിട്ടും മലപ്പുറമുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പ്രകോപിപ്പിച്ചത് ഈ 2 കൂട്ടരെയാണ്. പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ തീവ്ര മതപരമായ നിലപാടുള്ള ആളുകളെ. നിഷ്കളങ്കരായ മലപ്പുറംകാർ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറഞ്ഞിട്ട് പൊക്കോട്ടെ. അതിനപ്പുറം അവർ വളരെ സഹിഷ്ണുതയുള്ളവരാണ്. അവരതിനൊന്നും ഗൗരവമായിട്ട് കാര്യങ്ങളെ കാണുന്നതേ ഇല്ല. നാളെ വെള്ളാപ്പള്ളി നടേശൻ അവിടെ ചെന്ന് അവർ അദ്ദേഹത്തിനെ സ്വീകരിക്കുക, അതിനൊന്നും അവർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് വെള്ളാപ്പള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും കൊണ്ടുപോകുമ്പോൾ അങ്ങൊന്ന് ആലോചിക്കണം. കുറേ കാലം മുമ്പ് VS അച്യുതാനന്ദൻ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞില്ലേ? വ്യത്യസ്തമായ ഒരു രൂപത്തിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ പിന്നെ വെള്ളാപ്പള്ളി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിനെ മാത്രം എടുത്ത് നമ്മൾ ഈ കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. ഇനി വെള്ളാപ്പള്ളി പറഞ്ഞ എന്താണെന്ന് നമുക്ക് നോക്കാം. വെള്ളാപ്പള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അതായത് നമ്പർ 1, SNDP യോഗത്തിന് മലപ്പുറത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഇല്ല. അതാണ് പോയിൻ്റ് 1. സംവരണ സമുദായ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യത്തിലൂടെ കേരളത്തിലെ ഒരു സമത്വ സുന്ദര സാഹോദര്യമുള്ള മഹത്തായ ഒരു സംസ്ഥാനമാക്കി ദൈവത്തിൻ്റെ നാടാക്കി മാറ്റണമെന്നായിരുന്നല്ലോ
ലീഗിൻ്റെയും SDPIയുടെയും PDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും അജണ്ട അതാണ്. ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യത്തിലൂടെ കേരളത്തെ റെഡിയാക്കിയെടുക്കുക. ഈ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ക്രിസ്ത്യാനി ഇല്ല, അത് മറക്കരുത്. ദളിത് പിന്നോക്ക ന്യൂനപക്ഷത്തിൽ ആ ന്യൂനപക്ഷം അവർ ഡിഫൈൻ ചെയ്യുന്ന ന്യൂനപക്ഷത്തിൽ ക്രിസ്ത്യാനിയില്ല. പിന്നെ ഒന്ന് സമുദായ സംവരണ മുന്നണി എന്ന് പറഞ്ഞ് അതിനും ലീഗായിരുന്നല്ലോ നേതൃത്വം കൊടുത്തത്. ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ലീഗ് ഭരണത്തിലിരുന്നപ്പോൾ പ്രത്യേകിച്ച് ദീർഘകാല വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തുവെങ്കിലും പിന്നോക്ക സമുദായങ്ങളിലെ ഏറ്റവും പ്രമുഖ സമുദായമായ SNDP യോഗത്തിനോട് അവഗണന കാണിച്ചു എന്നാണ് വെള്ളാപ്പള്ളിയുടെ ഒരു പരാതി. അപ്പോൾ അവഗണന കാണിച്ചു എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു കാര്യം, SNDP യോഗത്തിന് മലപ്പുറത്ത് ഒരു കോളേജ് പോലും ഇല്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം SNDP യോഗത്തിനില്ല. 27% ജനസംഖ്യ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈഴവ കമ്മ്യൂണിറ്റി. അവരുടെ സ്ഥാപനമാണ്, അവരുടെ സംഘടനയാണ് SNDP യോഗം. അവർക്കൊരു കോളേജ് പോലും മലപ്പുറത്തില്ല. ആകെ ഒരു കോളേജ് ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ളതെന്ന് പറയുന്നത് മഞ്ചേരിയിലെ NSS കോളേജാണ്. അപ്പം മറ്റെല്ലാ കോളേജുകളും ബാക്കി കോളേജുകളൊക്കെ ആരുടെയാണ്? അതിന് കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. MESന് 1, 2, 3 കോളേജ് കാണുമായിരിക്കും. പക്ഷെ 11 എയ്ഡഡ് കോളേജുകൾ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുകയാണ്. അതിപ്പം ക്രൈസ്തവ സഭ കോളേജ് നടത്തിയാൽ അത് സഭയുടെ കോളേജാണ്. NSSൻ്റെ കോളേജ് അതൊരു സംഘടന, ഒരു സമുദായ സംഘടനയ്ക്കാണ്. SNDPയുടെ അങ്ങനെയാണ്. ഇത് സ്വകാര്യ വ്യക്തികൾ നടത്താൻ വേണ്ടി 11 എയ്ഡഡ് കോളേജ് കൊടുത്തു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. നിസ്സാര കാര്യമാണ്. ഈ സംഘടനകൾക്കൊന്നും കൊടുക്കാതെ വ്യക്തികൾക്ക് കോളേജ്, അത് എയ്ഡഡ് കോളേജാണ്. അതുപോലെ തന്നെ 8 അറബിക് കോളേജ്, അതും വ്യക്തികളാണ് നടത്തുന്നത്. ഇത് നടത്തുന്നു എന്നുള്ള പ്രശ്നമല്ല. 11ഉം 8ഉം 19 കോളേജുകളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും UGC സ്കെയിലാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ UGC ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ 19 കോളേജുകളിലെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എത്ര കോടി രൂപയാണ് ഒരു പ്രതിവർഷം അവിടേക്ക് ഒഴുകി ചെല്ലുന്നത്? അതേസമയം അതിനാനുപാതികമായി ഈഴവ സമുദായത്തിനോ മറ്റേതെങ്കിലും ഒരു ഹിന്ദു സംഘടനയ്ക്കോ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇതാണ് ആ പ്രശ്നത്തിൻ്റെ കാതിലേക്ക് പോകാതെ അദ്ദേഹത്തിൻ്റെ ഒരു വാചകത്തിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. അതിനെ അദ്ദേഹത്തിന് പിന്നെ മതമൗലികവാദി എന്നും ഭീകരനെന്നും മുസ്ലിം വിരുദ്ധനെന്നും പറയുന്ന മുസ്ലിമിന് വിരുദ്ധമായിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. മുസ്ലിം ലീഗ് പരിഗണന കൊടുത്തില്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അത് കണക്കുകൾ വെച്ചാണ് പറഞ്ഞത്. അപ്പോൾ ലീഗിന് പറയാൻ പറ്റുന്ന അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞ കണക്ക് തെറ്റാണ്. 11 കോളേജ് എന്ന് പറഞ്ഞ തെറ്റാണ്, അല്ലെ 19 കോളേജ് എന്ന് പറഞ്ഞ തെറ്റാണ്. ഇതൊന്നും മുസ്ലിങ്ങൾ നടത്തുന്ന കോളേജുകളല്ല. ഇതൊക്കെ ട്രസ്റ്റോ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സമുദായ സംഘടനയോ ഒക്കെ നടത്തുന്നതാണ്. അപ്പോൾ MESൻ്റെ കോളേജിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. അത് പറയുന്നതിന് പകരം വെള്ളാപ്പള്ളിയെ ഒറ്റതിരിഞ്ഞ് അദ്ദേഹം വളരെ കടുത്ത ഹിന്ദു മത മൗലികവാദിയാണെന്നും തീവ്രവാദിയാണെന്നും പറയുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? ഒരു വസ്തുതയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. വസ്തുത പറയുന്നവനെയൊക്കെ വർഗീയവാദിയാക്കിയാൽ പിന്നെ കേരളത്തിൽ കാര്യങ്ങളെങ്ങനെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ കണക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അദ്ദേഹം പറഞ്ഞ ഫാക്റ്റിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ കുറച്ചു കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ വന്നൊരു പ്രവണത നമ്മളൊക്കെ മനസ്സിലാക്കണം. പിന്നോക്ക ദളിത് ന്യൂനപക്ഷ ഒരു ഐക്യമെന്നൊക്കെ ഇവർ പറയുമെന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ കൃത്യമായൊരു അജണ്ടയുണ്ട്. പിന്നോക്ക ദളിത് ന്യൂനപക്ഷ ഐക്യം എന്തിനു വേണ്ടിയാണ്? പിന്നോക്കക്കാർക്കും ദളിതർക്കും ന്യൂനപക്ഷത്തിനും ഗുണം കിട്ടാനല്ലേ അല്ല ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ 5 മന്ത്രിമാർ മുസ്ലിം ലീഗിനുണ്ടായിരുന്നല്ലോ. ഒരു മന്ത്രിക്ക് 30 പേരെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ 150 പേരില്ലേ? ഈ 150 പേരിൽ എത്ര പിന്നോക്കക്കാരുണ്ടായിരുന്നു പേഴ്സണൽ സ്റ്റാഫിൽ? ലീഗലിയന് നേതൃത്വം കൊടുക്കുന്നത് എത്ര ദളിതരുണ്ടായിരുന്നു? അതിനകത്ത് ന്യൂനപക്ഷം ഉണ്ടായ മുസ്ലിം ന്യൂനപക്ഷമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഇല്ലായിരുന്നല്ലോ അതിനകത്ത്. അതിനകത്ത് ബാലൻസ്ഡ് ആയോ? ഇല്ലല്ലോ. അപ്പോൾ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം എന്ന് പറയുന്നത് തങ്ങളുടെ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി ലീഗിൻ്റെ ഒരു ഗിമിക്കാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതിനെയും ലീഗിന് റെഫ്യൂട്ട് ചെയ്യാം, നിഷേധിക്കാം. അങ്ങനെയല്ല, ഞങ്ങൾക്ക് മന്ത്രിമാരുണ്ടായിരുന്നു, 5 മന്ത്രിമാരിൽ 150 സ്റ്റാഫിൽ ഇത്ര ദളിതർ, ഇത്ര പിന്നോക്കക്കാർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. അപ്പം മലപ്പുറം ജില്ലയിൽ ലീഗിൻ്റെ പരിപൂർണമായ നിയന്ത്രണത്തിലുള്ള ഒരു ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പങ്കുവെക്കുന്നതിൽ, അതുപോലെ തന്നെ ആളുകളെ മത്സരിപ്പിക്കുന്നതിന് ലീഗിന് ഭൂരിപക്ഷമുള്ള അത്യാവശ്യം ഹിന്ദുക്കളുള്ള ഒരു സ്ഥലത്ത് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാളുടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാക്കാമല്ലോ, പഞ്ചായത്തിലാക്കാമല്ലോ. ഇതെല്ലാം ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നുള്ളൂ. ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതിന് അദ്ദേഹം ഉപയോഗിച്ച
വാചകം ഉപയോഗിച്ചാണ് പറയുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ആധികാരികമായ കേന്ദ്രത്തിൽ ഞാൻ കേട്ട ഒരു കാര്യം, ഈ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ ഐക്യമൊക്കെ ലീഗ് വിളിച്ചുകൂട്ടി ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേ വെള്ളാപ്പള്ളി നടേശൻ ഒരു സമ്മേളനത്തിൽ തന്നെ പറഞ്ഞു എന്നാണ് അറിയുന്നത്. എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ്, അത് ശരിയാകാം തെറ്റാകാം. നിങ്ങൾ ഈ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യം നേടാനാണ്. നിങ്ങൾ എന്നെ കാണുന്നത് നായരെയും നമ്പൂതിരിയെയും ക്രിസ്ത്യാനിയെയും അടിക്കാനുള്ളൊരു വടിയായിട്ടാണ്, നല്ല വടിയായിരിക്കും, അതായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ അതൊരു വടിയായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് എനിക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ യോഗസ്ഥലം വിട്ട് പുറത്തേക്ക് പോന്നു. പിന്നീട് അതിനുശേഷം അദ്ദേഹം അത്തരം ഒരു കാര്യത്തിലേക്ക് പോയില്ല എന്നാണ്. ഇത് ഞാൻ പറഞ്ഞു വന്നത് പല ഘട്ടങ്ങളിലായിട്ടുണ്ടായ ചില അനുഭവങ്ങളുടെയും വിശ്വാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം വെള്ളാപ്പള്ളി അത് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന വിവാദങ്ങൾ എവിടെ ചെന്നു എന്ന് അങ്ങ് പരിശോധിച്ച് നോക്കണം. ഇപ്പോൾ കേരള പൊളിറ്റിക്സ്, അങ്ങ് പറഞ്ഞ പോലെ കേരള പൊളിറ്റിക്സ് വെള്ളാപ്പള്ളി സെൻറ്റേഡായില്ലേ. അന്ന് വെള്ളാപ്പള്ളി ഇന്നലെ വരെ ഈഴവ സമുദായത്തിൻ്റെ നേതാവായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ഹിന്ദുക്കളുടെ നേതാവായിട്ട് മാറി. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ വെള്ളാപ്പള്ളിയെ ഇഷ്ടപ്പെടുന്നവരും വെള്ളാപ്പള്ളിയെ ഇഷ്ടപ്പെടാത്തവരും എന്നുള്ള നിലയിൽ ഈ വിവാദത്തെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലേ. പിന്നെ ചേർത്തലയിൽ വലിയ സമ്മേളനം നടക്കുകയാണ്. അദ്ദേഹം 30 വർഷമായി SNDPയുടെ അമരക്കാരനായിട്ട്. അദ്ദേഹത്തിനെതിരായിട്ട് ആരാകുന്നത് ഇന്ത്യയിലെ തന്നെ കോടീശ്വരന്മാരുടെ ഒരാളാണ് ഗോകുലം ഗോപാലൻ. ശതകോടീശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ സകല പണവും സമ്പത്തും എല്ലാ റിസോഴ്സസും ഉപയോഗിച്ചില്ലേ SNDP യോഗം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. സ്വത്ത് നോക്കാമെങ്കിൽ ഗോകുലം ഗോപാലൻ്റെ ഒരു അംശം സ്വത്ത് പോലും വെള്ളാപ്പള്ളി കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയും വലിയൊരു സമ്പന്നനായ ഗോകുലം ഗോപാലനെ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഇഷ്ടം പോലെ വിനിയോഗിച്ചിട്ടും വെള്ളാപ്പള്ളിയെ തോൽപ്പിക്കാൻ SNDP യോഗത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ആ സമുദായത്തിൻ്റെ അംഗീകാരമുള്ള ഒരു നേതാവാണ് വെള്ളാപ്പള്ളി. പിന്നെ വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം മുഴുവൻ കണ്ട ആളാണ്. ഒരാളുടെ പത്രസമ്മേളനം കാണുമ്പോൾ നമ്മളൊക്കെ നിരീക്ഷിക്കുന്ന ആളുകൾ നിരീക്ഷിക്കുന്നത് ആ ആളിൻ്റെ ടോണാലിറ്റി, അയാളുടെ ശബ്ദത്തിലെ ദൃഢത, ഉറപ്പ്, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ആ സ്റ്റേറ്റ്മെൻറ്റിൽ തൻ്റെ നിലപാടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കുത്തോ കോമയോ മാറ്റാൻ ഞാൻ തയ്യാറല്ല. അതിൻ്റെ ടോണാലിറ്റിയാണ് ഞാനീ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിന് ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞതായിട്ടാണ് കണ്ടത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കോലം കത്തിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, എന്തിനാ കോലം കത്തിക്കാൻ പോകുന്നത്, എന്നെ തന്നെയും കത്തിച്ചേരുന്നു പറഞ്ഞു. എന്നെ തന്നെ കത്തിച്ച് ഞാനോട് ഇരിക്കില്ല, എന്നെ ഒന്ന് കത്തിച്ചേച്ച് പോകാൻ പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞു വന്നത്, കേരള രാഷ്ട്രീയം 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് വെള്ളാപ്പള്ളി സെൻറ്റേഡാക്കി മാറ്റുന്നതിൽ മുസ്ലിം ലീഗ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം കൊണ്ടുണ്ട്. ലീഗ് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് അതിനകത്ത് ജാതീയതയും വർഗീയതയും ഒക്കെ വല്ലാതെ ആളിപ്പടരാനുള്ള തിരി കൊളുത്തിയാൽ അത് കാലക്രമത്തിൽ ലീഗിന് തന്നെ ദോഷമായിട്ട് വരും. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു സെക്കുലാർ പാർട്ടിയായിട്ട് ലീഗ് മാറണം. ലീഗ് ഒരു മതത്തിൻ്റെ പാർട്ടിയാണ്, പക്ഷേ ഒരു മതേതര പാർട്ടിയല്ല, ഒരു മതത്തിനുണ്ട്. പക്ഷേ അതിനകത്ത് കുറേ ജനാധിപത്യമുണ്ട്. ഒരു വലിയ പരിധിയല്ല, പരിപൂർണമായും നമ്മുടെ മലബാർ മേഖലയിൽ അല്ലെങ്കിൽ മലപ്പുറത്ത് തീവ്രവാദം വളർന്നു വരുന്നതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ലീഗാണ്. അതിന് സംശയിക്കേണ്ട കാര്യമില്ല. പിന്നെ മലപ്പുറം ജില്ലയിൽ ഞാൻ പാണക്കാട് പോയിട്ടുണ്ട്, പഴയ തങ്ങളെ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. വളരെ ഹൃദ്യമായ സ്വീകരണം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ എല്ലാവരും ബഹുമാനിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. മലപ്പുറത്തെ ഹിന്ദുക്കളും പാണക്കാട് തങ്ങളുടെ ബഹുമാനമാണ്, അല്ല നമ്മൾ തിരുവിതാംകൂറിൽ നിന്ന് നോക്കുന്ന പോലൊന്നുമല്ല. ഇവിടെ ലീഗ് ശരിക്കും ഒരു ആത്മപരിശോധന ചെയ്യണം. ലീഗിൻ്റെ നിലപാടുകളിൽ മാറ്റം ഉണ്ടാക്കണം. തീവ്രവാദത്തിന് അനുകൂലമായൊരു നിലപാട് ലീഗ് സ്വീകരിക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത്. SDPI പോലെ, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെ, PDP പോലെ ഒരു പാർട്ടിയായിട്ട് ലീഗ് മാറാതെ ലീഗ് സ്വയം ഒരു ആത്മപരിശോധന ചെയ്ത് എല്ലാവരുമായിട്ട് യോജിച്ചു പോകുന്ന തരത്തിൽ ലീഗിലൊരു മാറ്റം ഉണ്ടാക്കാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് കഴിഞ്ഞെങ്കിൽ അത് നന്നായിരിക്കും. അല്ലാതെ വെള്ളാപ്പള്ളിയോട് വെറുതെ യുദ്ധത്തിന് പോയിട്ട് കാര്യമില്ല. അദ്ദേഹത്തിനെ കൂടുതൽ ശക്തരാക്കാനല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.